നമസ്കാരം. ധർമ്മപദം ചാനലിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വിഷു സമാഗതമായിരിക്കുകയാണ്. സൂര്യൻ മേടം രാശിയിൽ പ്രവേശിക്കുന്ന ഈ പുണ്യവേളയിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെയുണ്ടാകും? സാമ്പത്തിക നേട്ടങ്ങൾ, തൊഴിൽ, ആരോഗ്യം, കുടുംബം എന്നിങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വിഷു മുതൽ അടുത്തൊരു വർഷം കാത്തിരിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേടക്കൂറിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത്. വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥാനങ്ങൾ അനുസരിച്ച് ചില കാര്യങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാകുമ്പോൾ മറ്റ് ചില കാര്യങ്ങളിൽ ജാഗ്രത ആവശ്യമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുമെങ്കിലും മുൻകോപം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തടസ്സങ്ങൾ നേരിട്ടാലും രണ്ടാം പകുതിയോടെ കാര്യങ്ങൾ അനുകൂലമായി വരും. തൊഴിൽ രംഗത്ത് അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർ പങ്കാളികളുമായി ഇടപഴകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ കൂടുതൽ പരിശ്രമം ആവശ്യമാണ്. സാമ്പത്തികമായി നോക്കിയാൽ അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ പ്ലാനിംഗ് വേണം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ഗുണകരമാകും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഉദരസംബന്ധമായ അസുഖങ്ങളോ രക്തസമ്മർദ്ദമോ ഉള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തുക. ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും അശ്വതി നക്ഷത്രക്കാർ ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്. കൂടാതെ ഗണപതി ഹോമം നടത്തുന്നതും ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നതും തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ചുരുക്കത്തിൽ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടായേക്കാമെങ്കിലും അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം പുരോഗതിയുടെ വർഷമായിരിക്കും. നിങ്ങളുടെ പ്രയത്നവും ദൈവാനുഗ്രഹവും കൂടിച്ചേരുമ്പോൾ എല്ലാ കടമ്പകളും കടക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.